നമസ്കാരം. ബിസിനസ് മാസ്റ്റർ ഹബിലെ പുതിയ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ദ റൂൾസ് ഓഫ് വെൽത്ത് തന്നെയാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഞാൻ 3 ചാപ്റ്റർ, 3 വിഷയങ്ങൾ, 3 പോയിന്റ്സുകൾ റൂൾസ് ഓഫ് വെൽത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. നമ്മൾ ഈ പരമ്പരയിൽ, ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ 100 വെൽത്തുമായി ബന്ധപ്പെട്ട സീക്രട്ടുകളാണ് പറയുന്നത്. ദ റൂൾസ് ഓഫ് വെൽത്ത് എന്ന് പറയുന്നത് 100 ആണ് നമ്മൾ ഇതിനകത്ത് ഈ സീരീസിൽ മുഴുവനായിട്ട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ മുമ്പത്തെ 2, 3 കാണാത്തവർ ഒന്ന് കാണുക, 1ഉം 2ഉം കാണാത്തവർ കാണുക. ഇത് 3ാമത്തെ സെഷനാണ്. ഇന്ന് നമ്മൾ സമ്പത്തിന്റെ നിയമങ്ങളിൽ 3ാമത്തെ റൂൾ നമ്പർ 3 നമ്മൾ പറയുന്നത് സെറ്റ് യുവർ ഗോൾ എന്നുള്ളതാണ്. സമ്പത്തിനെ കുറിച്ച് നിങ്ങൾ എന്താണ് നിർവചിക്കുന്നത് എന്ന് നമ്മൾ മുൻകൂട്ടി പറയുക എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് സമ്പത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണെന്ന് നിർവചിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതാണ്. എന്താണ് നമുക്ക് സമ്പത്ത് എന്നത് നിങ്ങളൊന്ന് കമന്റായിട്ട് താഴെ രേഖപ്പെടുത്തുക. അതിനു മുമ്പ് പറയാൻ മറന്നുപോയ ഒരു കാര്യം, നമ്മളെ വിളിക്കുന്ന പേരെന്താണ്? നമ്മളെ സ്വയം അറിയപ്പെടുന്ന പേരെന്താണ്? ഒന്ന് ടൈപ്പ് ചെയ്ത് താഴെ, മറന്നു പോകരുത് പ്രത്യേകിച്ച്. അപ്പോൾ സമ്പത്തിനെ സംബന്ധിച്ച്, ബിസിനസിനെ സംബന്ധിച്ച്, ബിസിനസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സമ്പത്താണ്. അപ്പൊ സമ്പത്തിനെ സംബന്ധിച്ച് എന്താണ് നമ്മുടെ ഗോൾ പോയിന്റ്? എവിടെയാണ് നമുക്ക് എത്തേണ്ടത്? അത് പണമാണോ, ആസ്തിയാണോ, ബ്രാൻഡ് നെയിം ആണോ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന നല്ല പേരാണോ, അല്ലെങ്കിൽ ഏത് സമയത്ത്, എത്ര കാലാവധിക്കുള്ളിൽ നമുക്കത് ലഭിക്കണം? അങ്ങനെയുള്ള കാര്യങ്ങൾ നിർവചിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. കൃത്യമായി പറഞ്ഞത് എങ്ങനെയാണ്? നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സമയക്രമവും മാർഗവും തീരുമാനിക്കുന്ന പോലെ തന്നെയാണ് ആ ഒരു സ്ഥലത്തേക്കുള്ള യാത്ര തീരുമാനിക്കുമ്പോൾ നമ്മൾ അവിടെ എവിടെ എത്തണം എന്ന് തീരുമാനിക്കുന്ന പോലെ ഏത് വഴിയെ പോകണം എന്ന് തീരുമാനിക്കുന്നതിനേക്കാളും പ്രാധാന്യമുള്ളത് എന്നറിയുമ്പോൾ ആ ലക്ഷ്യവും എത്ര സമയത്ത് അവിടെ എത്തണം എന്നുള്ള തീരുമാനമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അപ്പോൾ അതാണ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്താൽ മാർഗം നമുക്ക് വിഷയമേ ആവില്ല എന്നാണ് വളരെ സിംപ്ലിഫൈ ചെയ്ത് പറയാനുള്ളത്. എങ്ങനെ അവിടെ എത്തും, അല്ലെങ്കിൽ സമ്പത്ത് എങ്ങനെ നേടും എന്നൊന്നും വിഷയമല്ല. എത്ര വേണം, എന്ത് വേണം, എന്താണ് സമ്പത്തായിട്ട് വേണ്ടതെന്ന് കൃത്യമായി നിർവചിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ നമുക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, എന്റെ 40ാമത്തെ വയസ്സിൽ ഞാൻ 1 കോടിപതിയുള്ള ഒരാളായി മാറും എന്ന് പറയുന്ന ഒരാൾക്ക് അതിന് പ്രോപ്പർട്ടിയുടെ വാല്യൂ വികസിപ്പിച്ചുകൊണ്ടാവാം, അല്ലെങ്കിൽ സ്വന്തം കമ്പനിയുടെ ബ്രാൻഡ് നെയിം വലുതാക്കിക്കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലെ സ്റ്റോക്കുകൾ കൂട്ടിക്കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് തേർഡ് പാർട്ടിയിൽ നമ്മൾ പുറത്തെവിടെയും വാങ്ങിക്കുന്ന വസ്തുവകകളുടെ വാല്യൂ ആവാം, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ആവാം, അല്ലെങ്കിൽ ബാങ്കിലെ നിക്ഷേപമാവാം. അങ്ങനെ എന്തായിട്ടാണ് നിങ്ങൾക്ക് ഈ വാല്യൂ ഉണ്ടാവേണ്ടതെന്ന് തീരുമാനിക്കാം. പൊതുവെ നമ്മൾക്ക് സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പൊതുവെ ശ്രദ്ധിക്കാറില്ല എന്നതല്ലേ സത്യം? ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പറയണേ. കാരണം നമ്മൾ പൊതുവെ കോടിപതി ആവണം, അല്ലെങ്കിൽ നമ്മൾ കോടീശ്വരൻ ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിലും ഈ കോടീശ്വരൻ എന്നതിനെ, സമ്പത്തിന് ഏത് രീതിയിലാണ് നിർവചിക്കുന്നത് എന്ന് നമ്മൾ പറയാറുണ്ടോ? ഒന്ന് നിങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഞാൻ ഇത്രയും സമയത്ത് എനിക്ക് 1 കോടി രൂപ ബാങ്കിൽ ഉണ്ടാവണമെന്നാണ് നിശ്ചയിച്ചത്, അല്ലെങ്കിൽ 1 കോടി രൂപയുടെ, അല്ലെങ്കിൽ 5 കോടി രൂപയുടെ, 10 കോടി രൂപയുടെ ഒരു സ്ഥാപനം ഉണ്ടാവണമെന്നാണ് നിശ്ചയിച്ചത്, അല്ലെങ്കിൽ 10 കോടി രൂപയുടെ പ്രോപ്പർട്ടി വാങ്ങിക്കണം എന്നാണ് വിചാരിച്ചത്, അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങിച്ചാൽ കോടീശ്വരൻ, ഒരു ഓഡി X7 Q7 വാങ്ങിച്ചാൽ ഞാനൊരു കോടീശ്വരനാവുക എന്ന് തീരുമാനിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരു വലിയ ബിൽഡിംഗ് കെട്ടിയിട്ടാണ് ഞാൻ കോടീശ്വരൻ. അങ്ങനെ എന്താണ് നിങ്ങളെ പറ്റി നിർവചിച്ചൊന്ന് പറയാം. ഒന്ന് ടൈപ്പ് ചെയ്യണേ, കമന്റ് ചെയ്യണേ, താഴെ നോക്കട്ടെ എത്ര പേർക്ക് അത് ചെയ്യാനുണ്ടോ എന്ന് നോക്കട്ടെ. അപ്പൊ ഇത് വളരെ കൃത്യമാണ്. അപ്പൊ പൊതുവെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന വിഷയം നമ്മൾ സ്വപ്നം കാണാറുണ്ട്. എന്താണ് സ്വപ്നം കാണുന്നത് അറിയോ? ഞാനൊരു കോടീശ്വരനാണ് എന്ന് പറയും. അവിടെ 2ാമത്തെ ചോദ്യം നോക്കി, എന്തായിട്ടാണ് ഈ കോടീശ്വരനാവുന്നത്? ദാറ്റ് ഈസ് മീൻസ് ഗോൾ സെറ്റിംഗ്സ്. ഞാൻ പറയുന്നത് എന്റെ ബ്രാൻഡ് നെയിം കൂട്ടുകയാണ് എന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. എന്റെ ബ്രാൻഡ്, എന്റെ വാല്യൂ കൂട്ടുക. അപ്പോൾ ഞാനതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, ഒക്കെ ഉണ്ട്. എന്റെ ബ്രാൻഡിന്, എന്റെ പോപ്പുലാരിറ്റിക്കാണ് ഞാൻ വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ എന്റെ കോടീശ്വരൻ എന്ന് പറയുന്ന ഇത് എന്റെ പോപ്പുലാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു 1 മില്യൺ സബ്സ്ക്രിപ്ഷൻ ആണ് എന്റെ 1 കോടി എന്ന് ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ 1 മില്യൺ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കുക എന്നതാണ് എന്റെ അസറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ ആൾക്ക് വ്യത്യസ്തം. അപ്പൊ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുക എന്നാണ്, ഇപ്പൊ 10 കോടി രൂപയുടെ പ്രോപ്പർട്ടി വാങ്ങിക്കുക, അല്ലെങ്കിൽ എന്റെ നിലവിലുള്ള സ്ഥാപനത്തിന്റെ ബ്രാൻഡ് വാല്യൂ കൂട്ടുക,
അല്ലെങ്കിൽ അതിനെ സ്റ്റോക്ക് മാർക്കറ്റിൽ എത്തിക്കുക. അങ്ങനെ പല പല കഥ. ഇതൊന്നും നിങ്ങൾ നിർവചിക്കണം. താഴെ നിങ്ങൾ ഇപ്പൊ തന്നെ ഒരു ബുക്ക് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇതൊന്ന് എഴുതി വെക്കുക. എന്തായിട്ടാണ് എനിക്ക് എന്തായിട്ടാണ് വേണ്ടത് എന്ന് കൃത്യമായി ഒരു നോട്ട് പുസ്തകം എടുത്ത് എഴുതി വെക്കുക എന്ന് മാത്രമാണ് നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു സെഷനിൽ പറഞ്ഞത്. അതാണ് വെൽത്ത് എന്ന് പറയുന്നത്. നിങ്ങളുടെ ലക്ഷ്യം യാഥാർത്ഥ്യവും സത്യസന്ധവുമായിരിക്കണം എന്നത് മറക്കാതിരിക്കുക. വളരെ വലിയ അന്ധമായ ലക്ഷ്യം കൈവച്ചാൽ അത് യാഥാർത്ഥ്യമാക്കാൻ സാധ്യതയുണ്ടോ എന്ന് ഒന്ന് കൃത്യമായി വിശകലനം ചെയ്തതിന് ശേഷം ചെയ്യുക. കാരണം യാഥാർത്ഥ്യമല്ലാത്ത ഒരു കാര്യത്തെ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സതുമായിട്ട് വളരെ എന്താ പറയാ രൂപത്തിൽ പ്രതികരിച്ചു പോകും. അപ്പോൾ ലഭ്യമാകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നറിയുക. അപ്പൊ നിങ്ങളുടെ കഴിവുകളും ഇഷ്ടങ്ങളും ലഭ്യമായ വിഭവങ്ങളും അനുസരിച്ചു കൊണ്ടുള്ള ലക്ഷ്യം നിശ്ചയിക്കുക. ലക്ഷ്യമില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് അളക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ അളക്കാൻ സാധിക്കാത്തത് എങ്ങനെയാണ് കൈവരിക്കാൻ സാധിക്കുക എന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് തന്നെ വാട്ട് ഈസ് യുവർ ഫൈനാൻഷ്യൽ ഗോൾ എന്ന് സെറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് യുവർ ഫൈനാൻഷ്യൽ ഗോൾ ആൻഡ് വാട്ട് ഇറ്റ് ബി എന്ന്, എന്താണത് എന്ന് കൂടി നിർവചിക്കുക മാത്രം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത്. കൂടുതൽ കാര്യങ്ങൾ എന്തുകൊണ്ട് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് കൂടുതൽ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാമെന്ന് മാത്രമുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ദിനേശ് മുങ്ങത്തും സൈനിങ് ഓഫ്. എന്റെ ബിസിനസ്സുമായിട്ടുള്ള പുസ്തകം നോ യുവർ ബിസിനസ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ മാസ്റ്ററിങ് യുവർ ബിസിനസ് എന്ന് പറയുന്ന 2 പുസ്തകങ്ങളുണ്ട്. നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മാസ്റ്ററിങ് യുവർ ബിസിനസ് ഇപ്പോൾ പ്രിന്റഡ് അവൈലബിൾ ആണ്. നോ യുവർ ബിസിനസ് ഓൺലൈൻ PDF എഡിഷൻ മാത്രമേ ഉള്ളൂ. അതും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അയച്ചു തരാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.